ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 1 റിവ്യൂ ആണ്. ഹൗസ് ഓഫ് ഡ്രാഗൺ പുതിയ സീസണായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓരോ എപ്പിസോഡായിട്ട് വരും. അത് ഞായറാഴ്ചയാണ് അവർക്ക് കിട്ടുന്നത്. നമുക്ക് ഇന്ത്യയിൽ മൺഡേ കിട്ടും. മൺഡേ രാവിലെ വെച്ച് തുടങ്ങി കിട്ടും. ആൻഡ് സീസൺ 1 വാസ് റിയലി ഗുഡ്. അടിപൊളിയായിരുന്നു സീസൺ 1. സീസൺ 2 വാസ് ബാഡ്. ഇറ്റ് വാസ് റിയലി ബാഡ്. അത് എൻഡിങ്ങും കുറച്ചും കൂടിയും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട്, എൻഡിങ് ഭയങ്കര ഷോവായിരുന്നു. ബട്ട് സീസൺ 3 ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് വാസ് റിയലി ഗുഡ്. ഞാനിപ്പോൾ കണ്ടു തീർത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഞാൻ വിചാരിച്ചതിനെക്കാളും കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ശരിക്കും ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ശരിക്കും ഭ്രാന്ത് കയറും. അതിന് മുമ്പ് സ്പോയിലറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നോൺ സ്പോയിലറായിട്ട് ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ് എപ്പിസോഡായിരുന്നു. കാരണം ഞാൻ ഒരു പ്രതീക്ഷ ആ ഒരു ചോരത്തിളപ്പിലാണ് സീസൺ 2 നിർത്തിയത്. ഷീ ഗോട്ട്, പുള്ളിക്കാരിക്ക് എന്താ വേണ്ടതെന്നുള്ളത് പുള്ളിക്കാരിക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി പുള്ളിക്കാരിയുടെ മെയിൻ എയിമിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയോടെ ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെയല്ല തുടങ്ങിയത്. ഒരു സ്ലോയിൽ കുറച്ച് തുടക്കത്തിൽ കുറച്ച് പയ്യായിട്ടാണ് തുടങ്ങിയത്. അപ്പം എനിക്കിത് വിചാരിച്ച പോലെ അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇറ്റ് പിക്ഡ് അപ്പ്. എന്നിട്ട് ഒരു ഓരോന്നായിട്ട് ചെറിയ ബോംബുകൾ ഇട്ട് തുടങ്ങി. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ആ റെനീറായും ഈ മാലിഫിസന്റ് ആലിഷന്റും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം, ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മെയിൻ സംഭവം തുടങ്ങുന്നത് തന്നെ. ഇവരുടെ ബന്ധത്തിലുണ്ടാവുന്ന ചെറിയ തരിപ്പുകൾ. അപ്പൊ ഈ ആലിസന്റ് എന്ന ഈ പെണ്ണുമ്പിള്ളയെ ഈ റെനീറ എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ള എന്നൊക്കെയോ വളരെ ഡിയർ ആയിട്ടായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള ഇവരുടെ ബന്ധം. ശരിക്കും ഭയങ്കര സ്പെഷ്യലായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഇവരുടെ ബന്ധത്തിലൂടെയാണ് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത്. ആ പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞാൽ ഈ പെണ്ണ് ഇപ്പോഴും അതിനെ വിശ്വസിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അതിന് ഈ പെണ്ണ് അനുഭവിക്കും. അതാണ് ഈ റെനീറയുടെ അവസ്ഥ. അതാണ് ശരിക്കും ഈ എപ്പിസോഡിൽ സംഭവിച്ചത്. ആലിസന്റിന് സ്വന്തമായിട്ടൊരു ബുദ്ധി കുറച്ച് കൂടുതൽ പ്രവർത്തിച്ചതാണെന്ന് തോന്നുന്നു. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. കാരണം ഇത് ചെറുപ്പകാലമല്ല, ഇത് ഈപ്പൻ്റെ കയ്യിലല്ല കുറെ കാര്യങ്ങൾ. ഇപ്പം വിചാരിക്കുന്ന പോലെ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ നടക്കുന്നൊക്കെ എങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റും? കാരണം മോനൊക്കെ വലുതായി. മോനെ കാണിക്കണമെങ്കിൽ ഭ്രാന്ത് കയറും. ഈ ഒരു എപ്പിസോഡിൽ ഒട്ടും സംഭവിക്കാതിരിക്കേണ്ട ഒരു കാര്യം സംഭവിച്ചു. അവർ താനെ ടാർഗേറിയൻ കുടുംബത്തിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഗ്രീൻ ആയിരുന്നു, ഇപ്പൊ ടാർഗേറിയൻ കുടുംബത്തിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി. ആ പെണ്ണത്തേക്ക് ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോ. അതാണ് നമ്മൾ സ്പോയിലറിലേക്ക് പോകുന്നത്. ആ ചെക്കൻ കാണിച്ചിരിക്കുന്ന തണ്ടിത്തരമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ആ മോന്റെ കാര്യം, ഈ റെനീറയുടെ മോന്റെ അവൻ ആ ഒരു വധൂരി ശരിക്കും ഭ്രാന്ത് കയറും. നമുക്ക് ഇങ്ങനെ ദേഷ്യം കയറും. ഇവനെ പിടിച്ച് ഒരെണ്ണം മോന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ തോന്നും. കാരണം അവിടെ ഒന്ന് പറഞ്ഞാൽ കേക്ക്, അമ്മ പറയണ കേട്ടാൽ തന്നെ നിന്റെ കാര്യം എല്ലാം ഓക്കെ ആവും. അവിടെ സ്റ്റാച്ചു ആയിട്ട് നിന്ന് നിനക്ക് മടുത്തെന്ന് മനസ്സിലായി. എന്നാലും നീ ഈ കൊണയിലായുധരം കൊണച്ച പരിപാടി കാണിക്കരുതായിരുന്നു. ഒന്നാമത് അവനൊന്നും അറിയില്ല, അവനെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് അവൻ ബിഹേവ് ചെയ്യണത്. നീ ചുമ്മാ അവിടെ ഒന്നും ചെയ്യണ്ട, നീ അവിടെ നിന്ന് തന്നാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ചെക്കനുള്ളത്. പക്ഷെ ആ ചെക്കൻ അത് തന്നെയാണ് നല്ലത്. കാരണം ഒരു ഗുണമില്ലാത്തൊരു ചെക്കൻ വെറുതെ അമ്മക്ക് തലക്ക് ഭ്രാന്ത് കയറാൻ വേണ്ടി ഒരു മോനെ കൊണ്ടേ വെച്ചേക്കണെന്ന് തോന്നുന്നു. ഡേമൺ അവിടെ കൊണ്ട് കഷ്ടപ്പെട്ട് വാർ ജയിച്ചുകൊണ്ടിരിക്കണ്. ഈ ചെക്കൻ ഒരു പണി അവസാനം ആ ഒരു എപ്പിസോഡിന്റെ അവസാനം സംഭവിച്ചത് സമാധാനമായാലും എനിക്ക് പോട്ടെ, അതും കൂടി പോട്ടെ. ആ പെണ്ണും പിള്ളേർ ഇത് മനസ്സമാധാനം പോയി കിട്ടി. ഉള്ള മനസ്സമാധാനം നേരത്തെ പോയതാണ്. ഇപ്പോൾ ഉള്ളത് എല്ലാം പോയി കിട്ടി. ആ പെണ്ണിൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷയും പോയി കിട്ടി. പിന്നെ ആ ഒരു പെണ്ണ് ആ ഒരു ഡ്രാഗണെ കൊണ്ട് ഇങ്ങാടെ വന്നത് എന്തിന്റെ കേടായിരുന്നു? മര്യാദക്ക് ആ ഡ്രാഗൺ അവിടെ ഇരിക്കണേ, അതിനെ പൊക്കി പിടിച്ചൊന്നും ഇങ്ങാടെ വന്നിട്ട് ഉള്ളവർക്ക് എല്ലാവർക്കും പണി കൊടുത്ത്. ആ ഒരു മറ്റേ കൂട്ടുകാരി ഉള്ളത് ഒറ്റ റീസൺ കൊണ്ടാണ് അവൻ ആദ്യം ജാഞ്ഞത്. ബട്ട് അതിനുശേഷം അവൻ അവസാനം കൊണ്ടുപോയി കൊല കൊടുത്ത് വല്ല ആവശ്യമുണ്ടായി. അപ്പൊ അവൻ ഡ്രാഗണും പോയി, ആ ചെക്കനും പോയി, ബോട്ടും കിട്ടി ഹൈലേസാന്ന് പറയുന്ന അവസ്ഥയായി. അതും കൂടാതെ മറ്റേ അയാൾ കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോയതാണ് അയാളുടെ ഷിപ്പ്. കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ആ ഒരു അപ്പനും മോനുമായിരുന്നു. ആ ഒരു ബാസ്റ്റേഡ് മോനും ഈ അപ്പനുമാണ്. അവരാണ് കഷ്ടപ്പെട്ട് ഈ വാറ് മര്യാദ കൊണ്ടുപോയത്. എന്നിട്ട് അവരുടെ കാര്യം എന്തായി? അതും പോയി. അങ്ങനെ ടോട്ടൽ ഡിസാസ്റ്റർ ആയിരുന്നു. ക്യാരക്ടേഴ്സിന്റെ വൈസ്
ഈ ഒരു എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ. ബട്ട് ഇൻ ടേംസ് ഓഫ് എൻ എപ്പിസോഡ് ആണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എപ്പിസോഡ് വൈസ് നല്ലൊരു എപ്പിസോഡ് തന്നെ ഉണ്ടാക്കി വെച്ചാണ്. പക്ഷേ ക്യാരക്ടേഴ്സിന്റെ അവസ്ഥ വളരെ ദുരിതമായി മാറുകയാണ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് എപ്പിസോഡ്. ബട്ട് കുറേ മണ്ടത്തരം കാണിച്ച കഥാപാത്രങ്ങൾ മണ്ടത്തരം കാണിച്ച എപ്പിസോഡായിരുന്നു. ഇൻ ടേംസ് ഓഫ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല, പക്ഷെ ഒരു കരുണയില്ല. ഇവൻ മരിച്ചാലെന്ത്, ഇവൻ ജീവിച്ചാലെന്ത്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭ്രാന്ത് കയറും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ലൈക്ക് മര്യാദക്ക് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എന്തൊക്കെ നല്ലോണം നടന്നേനെ. പക്ഷേ ഇവരൊന്നും പറയുന്നത് കേട്ടില്ല. സോ ആസ് യൂഷ്വൽ ഒരു ദുരന്തമായി തന്നെ അവരുടെ കഥ അവസാനിച്ചിരിക്കുകയാണ്. എപ്പിസോഡ് 1 തീർന്നു. ഇനി എപ്പിസോഡ് 2 അടുത്ത ആഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ പെണ്ണുമ്പുള്ളി ഇത് അറിയുമ്പോൾ ആ പെണ്ണുമ്പുള്ളിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കണം. ആസ് എൻ വ്യൂവർ ഇറ്റ്സ് റിയലി അപ്സെറ്റിംഗ്. ആ പെണ്ണുമ്പുള്ളത് ഇനി ഉറങ്ങിയതാ പാവം. ഓക്കെ, ശരി എന്നാ, ബൈ.